വാതാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ. ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരെ. ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. നമസ്കാരം. രാമായണ പാരായണ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. 3 കാണ്ഡങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇന്ന് കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഋഷി മൂകാചലത്തിലേക്ക് നടന്നെടുത്തുകൊണ്ട് സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. സഖ്യം ചെയ്യുന്നത് അഗ്നിസാക്ഷിയായാണ് അവർ അവിടെ വെച്ച് സഖ്യം ചെയ്യുന്നത്. ഇതിന്റെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ ആചാര്യനോട് ചോദിച്ചറിയാം. ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രിക അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ ഈ രാമായണ സത്സംഗം ഇന്ന് കിഷ്കിന്ധകാണ്ഡത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രാമായണത്തിലെ എല്ലാ കാണ്ഡങ്ങൾക്കും ഒന്നുപോലെ പ്രാധാന്യമുണ്ടെങ്കിലും കിഷ്കിന്ധകാണ്ഡത്തിന് വേറിട്ട ഒരു പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. രാമായണത്തിലെ ഓരോ സംഭവങ്ങളും മനുഷ്യന് മനനം ചെയ്യുവാൻ ഉള്ളതാണെന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മെ ചിന്തിപ്പിക്കുന്ന ഒട്ടനവധി സംഗതികൾ ഈ മഹാകാവ്യത്തിലെ ഓരോ വരിയിലും ഉറങ്ങിക്കിടപ്പുണ്ടെന്ന കാര്യം കൂടി നാം ഓർമ്മിക്കണം. അതിലൂടെ എങ്ങനെ നാം നമ്മുടെ ആശ്രമ സങ്കല്പങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന ഉദ്ബോധനം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് ആദ്യമായി മനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം സുഗ്രീവനുമായിട്ടുള്ള സഖ്യമാണ്. ബാലി സുഗ്രീവ കഥകൾ എല്ലാവർക്കും അറിയാം. ബാലിയും സുഗ്രീവനും ജ്യേഷ്ഠാനുജന്മാരായിരുന്നു. ആ കഥയെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എല്ലാവരും രാമായണം വായിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ബാലി ബലവാനായിരുന്നുവെങ്കിലും ബാലിക്ക് ഒരുപക്ഷെ രാവണനേക്കാളും പല കാര്യങ്ങളിലും സാമർഥ്യം ഉണ്ടായിരുന്നുവെങ്കിലും എന്തുകൊണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ബാലിയുടെ അനുജനായ സുഗ്രീവനുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു എന്ന കാര്യമാണ് വിചിന്തനം നടത്തേണ്ടത്. വേണമെങ്കിൽ രാമന് ബാലിയെ സ്വാധീനിക്കാമായിരുന്നു. ബാലി എല്ലാ അർത്ഥത്തിലും ബലവാനാണ്. പേര് തന്നെ അങ്ങനെയാണ്, ബലവാനാണ്. അദ്ദേഹത്തെ ആശ്രയിച്ചാൽ രാമന് സീതയെ കണ്ടെത്തുന്ന കാര്യത്തിൽ വളരെ സുഗമമായ ഒരു പാത തുറന്നു കിട്ടും എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ഈ സുഗ്രീവനുമായിട്ട് ഒരു ബന്ധം വരുവാനുള്ള കാരണമാണ് നാം ചിന്തിക്കേണ്ടത്. ആ സുഗ്രീവന് ഒരു സംസ്കാരമുണ്ട്. ആ സുഗ്രീവൻ എന്ന വാക്ക് തന്നെ ഒന്ന് നമുക്ക് മനനം ചെയ്യാം. ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത്, സുഗ്രീവം നല്ല കഴുത്തോട് കൂടിയവൻ. ആ നല്ല കണ്ഠം ഉള്ളവരിൽ നിന്നാണ് നല്ല നല്ല കാര്യങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹം ബലവാനാവണമെന്നില്ല. ബലമല്ല അവിടെ, അല്ലെങ്കിൽ ഭൗതികമായ ബലമല്ല അവിടെ പ്രാധാന്യമർഹിക്കുന്നത്. സുഗ്രീവന്റെ മുഖത്ത് നിന്ന് വരുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മഹാജ്ഞാനിയും ആ കാലഘട്ടത്തിലെ സൂര്യവംശത്തിന്റെ പ്രഭാവവും എല്ലാം മനസ്സിലാക്കിയ ഒരാൾ എന്നുള്ള നിലയിൽ, ഒരു രാജാവ് എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഏറ്റവും അഭികാമ്യമെന്ന് ശ്രീരാമന് തോന്നിയിരുന്നു. എന്തായാലും രാമ ലക്ഷ്മണന്മാര് അവിടെ എത്തിച്ചേർന്നപ്പോൾ ദൂരെ നിന്ന് തന്നെ സുഗ്രീവന് അവരെ മനസ്സിലാക്കുവാൻ സാധിച്ചു. പക്ഷെ അവരാരാണെന്നറിയില്ല, അവരുടെ വേഷം എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ വിശ്വസ്തനായ മന്ത്രിയെ, ആഞ്ജനേയനെ, ഹനുമാനെ അവരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്.
ഇത് നമുക്കറിയാം, ആ സംഭവം നമുക്കറിയാം. അപ്പോൾ ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തുന്നു. വളരെ ഭവ്യതയോടുകൂടി രാമലക്ഷ്മണന്മാരെ ഉപചരിച്ച് സംസാരിക്കുന്നു. അത് രാമായണത്തിൽ പറയുന്നുണ്ട്. ഹനുമാന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമന് വളരെയധികം സന്തോഷം തോന്നി. ഒരു വടുരൂപത്തിലാണ് വന്നത്, ബ്രഹ്മചാരിയുടെ ഭാവത്തിൽ ആണ് വന്നത്. നല്ല വൈയാകരണൻ വടു എന്ന് നിർണയം. ഹനുമാൻ ഒരു വൈയാകരണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഒരു അപശബ്ദം, അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു അപഭ്രംശം പോലും കടന്നിട്ടുണ്ടായിരുന്നില്ല. അത്രമാത്രം വ്യക്തമായ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അതൊരു ഗുണമാണ്, ഓരോരുത്തരുടെയും ഗുണത്തിന്റെ ഭാഗമായിട്ട് നമുക്കത് പറയാം. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതാരാണ് വന്നിരിക്കുന്നത്? അപ്പോൾ താൻ സൂര്യവംശിയായ ദശരഥന്റെ പുത്രനായ ശ്രീരാമനാണ്, ഇത് അനുജൻ ലക്ഷ്മണനാണ്. സീതാഭരണവുമായി ബന്ധപ്പെട്ടാണ് രാവണൻ സീതയെ അപഹരിച്ചു, അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ബ്രഹ്മചാരി ഭാവത്തിലുള്ള നിന്നെ കാണുവാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെ ആ ഹനുമാന്റെ ആ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യം തോന്നി. ആഞ്ജനേയന്റെ ആ പെരുമാറ്റം, അല്ലെങ്കിൽ വളരെ ശാസ്ത്രാനുസാരിയായ ഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകുമെന്ന് ശ്രീരാമൻ മനസ്സിലായി. അങ്ങനെ ആ ഹനുമാൻ വളരെയധികം ശ്രേഷ്ഠനായ ഒരു മന്ത്രിയാണെന്ന്, അല്ലെങ്കിൽ സുഗ്രീവന്റെ മന്ത്രിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഹനുമാന്റെ ക്ഷണം സ്വീകരിച്ച് സുഗ്രീവന്റെ അടുക്കിലേക്ക് രാമലക്ഷ്മണന്മാർ പോകാൻ തയ്യാറാവുകയാണ്. ഇതിനകത്ത് വേറെ പ്രത്യേകതയുണ്ട്. ഈ രണ്ടുപേരെയും ഹനുമാൻ ചുമലിൽ എടുത്തുകൊണ്ടാണ് സുഗ്രീവന്റെ അടുക്കിലേക്ക് പോകുന്നത്. ആലോചിച്ച് നോക്കൂ, രാമലക്ഷ്മണന്മാരെ ചുമലിൽ എടുത്തുകൊണ്ട് സുഗ്രീവന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് വളരെ അർത്ഥവത്താണ്. ഈ ചുമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമലിൽ താങ്ങുക. അപ്പോൾ ഹനുമാന്റെ ചുമലെന്ന് പറയുന്നത് ഉറപ്പുള്ളതാണെന്ന് രാമലക്ഷ്മണന്മാർക്ക് തോന്നി, അല്ലെങ്കിൽ ആ ചുമലിൽ അവർ ഇരിക്കില്ല. ഇതും വളരെ വളരെ അർത്ഥവത്തായ കാര്യമാണ്. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത്, അപ്പോൾ നമ്മളുടെ ആ മാർഗം ഉറപ്പുള്ളതാണെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം, അല്ലെ? ചുമലെന്ന് പറയുന്നത് കേവലം ഈ പറയുന്ന പോലെ അടി തെറ്റുന്ന ഒരു ചുമലാണെങ്കിൽ ആ ചുമലിൽ ഇരിക്കുവാൻ പറ്റില്ല. അപ്പോൾ ആ അംശം, ആ തോള്, അവരുടെ ഈ രണ്ടുപേര്, ഈ മഹാനുഭാവന്മാര് ഈ ആഞ്ജനേയന്റെ തോളിൽ ഇരുന്നു കൊണ്ടാണ്, അല്ലെങ്കിൽ ആ തോളിൽ ഇരുത്തിക്കൊണ്ടാണ് ഹനുമാൻ സുഗ്രീവന്റെ അടുക്കിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ സുഗ്രീവനുമായിട്ടുള്ള ആ ഒരു സഖ്യം കൊണ്ട് തീർച്ചയായിട്ടും തൻ്റെ ഈ യാത്ര, അല്ലെങ്കിൽ ഈ ധർമ്മപ്രചരണ യാത്ര പൂർണ്ണമായും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും എന്നുകൂടി ശ്രീരാമന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവരെ ആ ഹനുമാന്റെ സഹായത്തോടു കൂടി ഹനുമാന്റെ തോളിലിരുന്നു കൊണ്ട് സുഗ്രീവന്റെ അടുക്കിലേക്ക് എത്തുകയും സുഗ്രീവനുമായിട്ട് സംസാരിച്ച് സുഗ്രീവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. താൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനും ശ്രീരാമൻ എന്ന പേരോട് കൂടിയവനും, ഇത് ലക്ഷ്മണനുമാണ്, എൻ്റെ അനുജനാണ്. ഞങ്ങൾ ദണ്ഡകാരണ്യ വ്രതം എടുത്ത് ഈ ധർമ്മപ്രചരണത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആ ദണ്ഡകാരണത്തിൽ വെച്ച് സീതാദേവിയെ രാവണൻ എന്ന രാക്ഷസൻ അപഹരിച്ചു. അതിൻ്റെ അന്വേഷണാർത്ഥമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആ സമയത്താണ് സുഗ്രീവന്റെ മന്ത്രിയായ ഈ ആഞ്ജനേയനെ കാണുന്നത്. അങ്ങനെ ആഞ്ജനേയന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ സുഗ്രീവന്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും സുഗ്രീവൻ പറഞ്ഞത് എന്താണ്? അതാണ്, അഹം കരിഷ്യേ രാജേന്ദ്ര സീതായാഹ പരിമാർഗണം. പിന്നെ ഒന്നുമില്ല. ശ്രീരാമന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അഹം കരിഷ്യേ രാജേന്ദ്ര സീതായാഹ പരിമാർഗണം. സീതയെ അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ദൗത്യം നിറവേറ്റാം. അഹം കരിഷ്യേ, ഞാൻ ചെയ്യാം എന്നവിടെ പറയുകയാണ്. അപ്പോൾ അത് വളരെ വളരെ ഒരു നല്ല വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടിയിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വം. സുഗ്രീവന്റെ ഞാൻ പറഞ്ഞത്, സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രീവം, ആ കണ്ഠം, ആ കണ്ഠനാളത്തിൽ വരുന്നതെന്നെല്ലാം അതുപോലുള്ള വാക്കുകളാണ്. അത്രമാത്രം മഹത്വമേറിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രീരാമന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ സുഗ്രീവൻ ഞാനിത് ചെയ്യാം എന്ന് തന്നെയാണ് പറയുന്നത്. അതാണ്, ഞാൻ ചെയ്യാം, ഞാൻ അങ്ങയുടെ ഉദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാം, അതിൽ യാതൊരുവിധ സംശയവുമില്ല, ഞാനും എൻ്റെ പരിവാരങ്ങളും അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പു കൊടുക്കുകയാണ്.
അപ്പം അങ്ങനെ ആ ഒരു ഉറപ്പ് രാമന് കിട്ടിക്കഴിഞ്ഞു. കാരണം രാമന് കിട്ടിയെന്ന് പറയാൻ കാരണം ബാലി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ബാലിയെ രാമൻ അവിടെ പരിഗണിക്കുന്നില്ല. ആ ബാലിയെ പരിഗണിക്കാത്തത് എന്താണെന്നുള്ളത് പിന്നെ നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ വളരെ ലഘുവായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ മനനം ചെയ്യുകയാണ്. നാം നമ്മുടെ മാർഗത്തിൽ തിരഞ്ഞെടുക്കുന്ന ആ ഉപാധി 100% നമുക്ക് ഉപയോഗമുള്ളതായിരിക്കണം. ഒരിക്കലും നമുക്ക് ചതി പറ്റരുത് എന്നുള്ള കാര്യം കൂടി നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. അതാണ് ആ ആഞ്ജനേയന്റെ ചുമൽ എന്ന് പറയുന്നത് ഒരിക്കലും അടിപതറാത്തതാണ്. അത്രമാത്രം ഗുരുത്വപൂർണ്ണമാണത്. അതുകൊണ്ട് ആ ചുമലാണ് അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാമൻ. നമ്മുടെ ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോന്നും തിരഞ്ഞെടുക്കുമ്പോഴും നമുക്ക് അടിപതറാത്തതായ ആ ഒരു ഉപാധിയെ നാം ആശ്രയിക്കണം എന്ന ഒരു കാര്യം കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ സുഗ്രീവന്റെ അടുക്കൽ ചെന്ന് അവരെ അഗ്നിസാക്ഷിയായിട്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിന്റെ ഒരു സംസ്കാരമാണ്. അന്നൊക്കെ വൈദികമായ യജ്ഞ സംസ്കാരം അനുഷ്ഠിക്കുന്ന മഹാത്മാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരൊക്കെ രാജാക്കന്മാരാണ്. അവർക്ക് അവരുടേതായിരിക്കുന്ന വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ അഗ്നിസാക്ഷിയായിട്ട് സത്യം ചെയ്ത് ആ ശ്രീരാമചന്ദ്രൻ തൻ്റെ യാത്ര തുടരുകയാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മനനം ചെയ്യാനുള്ളത്. ഈ അഗ്നിസാക്ഷിയായിട്ടൊന്ന് സത്യം ചെയ്തു സൂചിപ്പിക്കണ്ടേ? അപ്പൊ അതിനകത്ത് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? ഒരു അഗ്നിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഒരു ശബ്ദം ചെയ്യുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് അഗ്നി എന്ന് പറയുന്നത് ഗതിയിൽ നയിക്കുന്നതാണ്. ഈ അഗ്നി എന്ന പദം തന്നെ കേവലം ഒരു അർത്ഥത്തിലല്ല, ഭൗതികാർത്ഥത്തിലല്ല എടുത്തിരിക്കുന്നത്. ഗതിയിൽ നയിക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ അഗ്നി. ചോദിക്കാൻ കാരണം വിവിധ രാജ്യങ്ങൾക്ക് ഭാരതം അപ്പുറത്തേക്ക് നീങ്ങി വിവിധ രാജ്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ അഗ്നിദേവനെ അവർ ആരാധിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. അതെ, കാരണം അഗ്നിയിലൂടെയാണ് ഉപാസന ചെയ്യേണ്ടതെന്ന് വൈദിക ധർമ്മം അനുശാസിക്കുന്നു. ഉപാസന ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പോൾ അഗ്നിക്ക് വയ്ക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ രാവിലെ ഗണപതി ഹോമം നടത്തുന്നത് പോലും അഗ്നിയാണ്, അഗ്നിമുഖത്താണ് ഹോമിക്കുന്നത്. അപ്പോൾ അഗ്നിമുഖം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അഗ്നിക്ക് വയ്ക്കുക എന്നുള്ളത് ഈ അഗ്നി പ്രകാശമാണ്. ഇപ്പൊ ഋഗ്വേദം പോലും തുടങ്ങുന്നത് അഗ്നിമീളയെ പുരോഹിതം എന്നാണ്, പുരോഹിതനായ അഗ്നിയെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ അഗ്നി എന്ന ശബ്ദം തന്നെ ഗതിയിൽ നയിക്കുന്നതെന്നാണ്. ഗതിയിൽ നയിക്കുന്ന പ്രതിഭാസമാണ് അഗ്നി. മനസ്സിലായില്ലേ? അപ്പോൾ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. അഗ്നി തെളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടില്ല. അപ്പോൾ ഗതിയെ നയിക്കുന്ന, കാരണം നമുക്കൊരു ഗതിയുണ്ട്. അപ്പൊ നമ്മുടെ ആ മാർഗം, നമ്മൾ ഏത് വഴിക്കാണ് പോകേണ്ടത്, അതിനെ നയിക്കാൻ ഉതകുന്ന ഒരേ ഒരു പ്രതിഭാസം നമുക്ക് അഗ്നിയിലൂടെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അഗ്നിയിൽ, ഇപ്പൊ സൂര്യൻ അഗ്നിയാണ്. ഇപ്പോൾ അഗ്നി എന്ന ശബ്ദത്തിന് പല അർത്ഥമുണ്ട്. ഇപ്പോൾ ഭൗതികാർത്ഥത്തിൽ അഗ്നി എന്ന് പറയുന്നത് തീയാണെങ്കിൽ ദൈവികാർത്ഥത്തിൽ സൂര്യനാണ്. സൂര്യൻ ആത്മീയാർത്ഥത്തിലോ പരമാത്മാവാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആദിഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായ ത്രിതല അർത്ഥങ്ങളാണ് ഈ പറയുന്ന എല്ലാ വാക്കുകൾക്കുള്ളത്. ഇത് മൂന്നിലും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സൂര്യൻ അഗ്നിയാണ്. അപ്പൊ രാവിലെ നമ്മൾ സൂര്യനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നത് ആ പ്രകാശപുഞ്ചം എന്നെ നയിക്കണമെന്ന് തന്നെയാണ്. അതാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് സൂര്യനെ നോക്കുമ്പോൾ പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ, പ്രാതരഗ്നിയാണ്, പ്രാതകാലത്ത് ഉദിച്ചു വരുന്ന അഗ്നിയാണത് ആ സൂര്യൻ. അപ്പൊ ആ സൂര്യനാണ് നമ്മെ നയിക്കുന്നത്. ഇത് വളരെ വ്യക്തമായ കാര്യമല്ലേ? കാരണം അതില്ലെങ്കിൽ ലോകമില്ല. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ലോകമില്ല, അഗ്നിയില്ലെങ്കിൽ അന്ധകാരമായി. അപ്പൊ അങ്ങനെ ഏത് തരത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും അഗ്നിമുഖത്ത് ഉപാസന ചെയ്ത് വിളക്കെത്തിച്ചാലും അത് അഗ്നിയാണ്. ആ അഗ്നിമുഖത്തുള്ള ഉപാസനയാണ് ശാസ്ത്രീയവും ശാശ്വതവുമായ ഉപാസനയെന്ന് നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയിരുന്നു. അതാണ് അവരെ കൈമാറി ഇന്ന് വരെ എത്തിച്ചത്. എന്തുകൊണ്ടാണ് സുഗ്രീവനുമായി സന്ധി ചെയ്തത് എന്നും എന്തുകൊണ്ടാണ് ബാലിയുമായി സന്ധി ചെയ്യാതിരുന്നത് എന്നുള്ള കാര്യം ബാലിപദത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ എപ്പിസോഡ്, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ മർക്കടശ്രേഷ്ഠനാം മാരുതിയന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാരഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുങ്ങ